പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ന്യൂ മോഡൽ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ കനോൺ പിക്സിമ G3020 എന്ന പ്രിന്ററിൽ എങ്ങനെ സ്കാൻ ചെയ്യാമെന്നുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. സ്കാൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ് നമ്മുടെ പ്രിൻ്ററിൻ്റെ സ്കാനർ മൊഡ്യൂളിൽ നിങ്ങൾ വെക്കണം. ഇതാണ് സ്കാനർ മൊഡ്യൂൾ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഒരു ആരോ മാർക്ക് കാണാൻ കഴിയും, കണ്ടില്ലേ? ഇവിടെ ഈ കോർണറിലേക്ക് അടുപ്പിച്ചാണ് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്. ഇതേപോലെ ഈ ഡോക്യുമെൻറ്റ് തല തിരിച്ച് നമുക്ക് ആ ഒരു കോർണറിലേക്ക് അടുപ്പിച്ചാണ് വെക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് ഇവിടെ കൊടുത്തത് A4ൻ്റെ വിഡ്ത്ത് കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ കോർണറിലേക്ക് അടുപ്പിച്ച് വെച്ചാൽ കുറച്ച് ഭാഗം കട്ടായി പോകുന്നതാണ്. അതേപോലെ A4ൻ്റെ ലെങ്ത്ത് കൊടുത്ത ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ആ കോർണറിലേക്ക് അടുപ്പിച്ച് ആ ആരോ കൊടുത്ത കോർണറിലേക്ക് അടുപ്പിച്ച് മാത്രമേ ഡോക്യുമെൻറ്റ് വെക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ ഡോറ് ക്ലോസ് ചെയ്യുക. സ്കാനിങ്ങിന് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ കനോൺ IJ സ്കാൻ യൂട്ടിലിറ്റി എന്ന ആപ്ലിക്കേഷനാണ് സ്കാനിങ്ങിന് ഉപയോഗിക്കേണ്ടത്. പ്രിൻ്ററിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ആവുന്ന കൂടെ തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് അവിടെ IJ സ്കാൻ യൂട്ടിലിറ്റി എന്ന് സെർച്ച് ചെയ്ത ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓട്ടോ, ഡോക്യുമെൻറ്റ്, ഫോട്ടോ, കസ്റ്റം, OCR, അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ ആകെ ആവശ്യമുള്ളത് ഈ ഡോക്യുമെൻ്റ് എന്ന ഓപ്ഷനും അതേപോലെ ഫോട്ടോ എന്ന ഓപ്ഷനുമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തുകൊണ്ട് സ്കാനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡോക്യുമെൻറ്റ് PDF-ലായിരിക്കും സേവ് ആവുക, ഫോട്ടോയിലാകുമ്പോൾ JPEG-ലായിരിക്കും സേവ് ആവുക. അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്ടോ എന്ന് ഉപയോഗിക്കാം. അതേപോലെ നിങ്ങളിവിടെ കാണാൻ കസ്റ്റം എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. OCR ഷീറ്റിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ സ്റ്റിച്ച്, സ്കാൻ ഗിയർ, PDF എഡിറ്റർ, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതൊന്നും അത്ര കാര്യമാക്കേണ്ടതില്ല. നമുക്ക് ആകെ ആവശ്യമുള്ളത് ഈ ഡോക്യുമെൻ്റ് എന്ന ഓപ്ഷനും അതേപോലെ ഫോട്ടോ എന്ന ഓപ്ഷനും മാത്രമേ നമുക്ക് കാര്യമായ രീതിയിൽ ആവശ്യം വരികയുള്ളൂ. ഇനി നിങ്ങൾക്ക് റെസൊല്യൂഷൻ ചേഞ്ചസ് വരുത്തണം, അതേപോലെ സേവ് ചെയ്യണം, സ്കാൻ ചെയ്തുകൊണ്ട് സേവ് ചെയ്യുന്ന ലൊക്കേഷൻ, ഫോട്ടോ ലൊക്കേഷൻ മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും സെറ്റിങ്സ് എന്നൊരു ഓപ്ഷന്. അപ്പോൾ ആ സെറ്റിങ്സ് ഓപ്പൺ ആയിട്ട് വരും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇതൊന്ന് കാണിച്ചു തരാം. ഇവിടെ സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഓട്ടോ എന്ന സെറ്റിങ്സിൻ്റെ ആണ് ഈ ഓട്ടോ സ്കാൻ എന്ന സെറ്റിങ്സാണ് നിങ്ങൾ ഈ കാണുന്നത്. അതേപോലെ ഡോക്യുമെൻ്റ് എന്ന ഓപ്ഷന് ഇതിൻ്റെ സെറ്റിങ്സ് വരുന്നത് ഈ ഡോക്യുമെൻ്റ് സ്കാൻ എന്ന ഓപ്ഷനാണ്. അതേപോലെ ഫോട്ടോ എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സ് താഴെ കാണുന്ന ഫോട്ടോ സ്കാനിങ് ആണ്. അപ്പോൾ ആ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സോഴ്സ് ഓഫ് ടൈപ്പ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കളർ മോഡ് വേണം, അതേപോലെ ഒറിജിനൽ സൈസ് ഏതാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ആകെ ആവശ്യമുള്ളത് ഈ റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യാനായിരിക്കും. നിങ്ങൾക്ക് റെസൊല്യൂഷൻ കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. റെസൊല്യൂഷൻ കുറയുന്തോറും ക്ലാരിറ്റിയും കുറയും, അതേപോലെ സേവ് ചെയ്യുന്ന ഫയൽ സൈസും കുറയുന്നതാണ്. അതേപോലെ റെസൊല്യൂഷൻ കൂടുന്തോറും സേവ് ചെയ്യുന്ന ഫയൽ സൈസിൻ്റെ കപ്പാസിറ്റി MB കൂടുന്നതാണ്. അതേപോലെ നമ്മൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ആഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലൊക്കേഷൻ കാണിച്ചു കൊടുത്താണ് നിങ്ങൾക്ക് ഏത് ഫോട്ടോയിലാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതിൽ ഏതാ വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോൾഡർ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ക്യാൻസൽ കൊടുക്കുന്നു. പിന്നെ ഡാറ്റ ഫോർമാറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്നും വേണമെന്നുണ്ടെങ്കിൽ മാറ്റാൻ സാധിക്കുന്നതാണ്. PDF അല്ലെങ്കിൽ JPEG ഏതാ വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. കാര്യമായ സെറ്റിങ്സ് ഇതാണ് വരുന്നുള്ളൂ. പിന്നെ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ വരുന്നുണ്ട്, പക്ഷേ അത് നമുക്ക് അത്ര വലിയ അത്യാവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ജസ്റ്റ് താഴെ കാണുന്ന OK എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെറ്റിങ്സിനെ കുറിച്ച് ഏകദേശം ഐഡിയ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സ്കാനിങ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഡോക്യുമെൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ സ്കാനിങ് നടക്കുന്നുണ്ട്. ചില സമയത്ത് സിസ്റ്റത്തിൽ ചെറിയൊരു ഹാങ്ങിങ് ഉണ്ടാവും. നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി. ഓരോരുത്തരെയും സിസ്റ്റങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്പ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ചെറിയൊരു ഹാങ്ങിങ് ഉണ്ടാവും. അപ്പോൾ സ്കാനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾക്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് എന്ന് കൊടുക്കുക. അതല്ല വീണ്ടും സ്കാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും സ്കാൻ ചെയ്യുക എന്നുള്ളതിൻ്റെ ഉപകാരം എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു ഒറ്റ ഫയലിനുള്ളിൽ തന്നെ 1, 2, 3 അങ്ങനെ 1 by 1 പേജ് ആയിട്ടായിരിക്കും സേവ് ആവുക. സെപ്പറേറ്റ് പേജ് ആയിട്ടാവില്ല സേവ് ആവുന്നത്. നിങ്ങൾക്ക് വീഡിയോൻ്റെ പ്രിവ്യൂ ഞാൻ കാണിച്ചു തരാം. ഏകദേശം രണ്ടാമത് സ്കാനിങ് നടക്കുന്നുണ്ട്. യെസ്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീണ്ടും അതേപോലെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും സ്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ എക്സിറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ആ ഫയൽ സേവ് ആവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഫയൽ ഓപ്പണായി വന്നപ്പോൾ 2 പേജായിട്ടാണ് സേവ് ആയിട്ടുള്ളത്. ഒറ്റ ഫയലിൻ്റെ ഉള്ളിൽ തന്നെ ഒരു PDF ഫയലിൻ്റെ ഉള്ളിൽ തന്നെ 2 പേജായിട്ടാണ് സേവ് ആയിട്ടുള്ളത്. നിങ്ങൾ ഫസ്റ്റ് ടൈമിൽ തന്നെ സ്കാനിന് പകരം എക്സിറ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് ഫയലായിട്ടായിരിക്കും സേവ് ആവുന്നത്. അതാണ് ആ സെറ്റിങ്സിൻ്റെ ആ ഓപ്ഷൻ്റെ ചെറിയ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.
താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.